ജുമാൻജി എന്ന മൂവി സീരീസിൽ മൂന്നാമതായി പുറത്തിറങ്ങിയ ദ നെക്സ്റ്റ് ലെവൽ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്പെൻസറും കൂട്ടരും കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാലങ്ങളിൽ കൂടി ചാടി മുന്നോട്ട് പോകുന്നതും ഇതിനിടെ കുരങ്ങന്മാരെല്ലാം അവരെ ആക്രമിക്കാൻ വരുന്നതും വരെയാണ്. അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ മാർത്ത തെറ്റായ പാലത്തിലേക്ക് ചാടുകയും ഇതോടെ എങ്ങോട്ടും പോകാൻ കഴിയാതെ നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഒരു കുരങ്ങൻ വന്ന് അവളെ താഴേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുന്നതിനിടെ സ്പെൻസർ നിൽക്കുന്ന പാലത്തിലേക്ക് കുരങ്ങന്മാർ വരികയും അവൻ ഓടിച്ചെന്ന് എഡ്ഡി അപ്പൂപ്പന്റെ അടുത്തേക്ക് ചാടുമെങ്കിലും കൈ കിട്ടാതെ താഴേക്ക് പോവുകയും അടുത്ത പാലത്തിൽ ചെന്ന് ഇടിച്ച് അവിടെ നിൽക്കുന്ന കുരങ്ങനുമായി നേരെ താഴേക്ക് ചെന്ന് അവിടുത്തെ മറ്റൊരു പാലത്തിൽ വീഴുകയും ചെയ്യും. ഇതോടെ തന്റെ കാലിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന കുരങ്ങനുമായി അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന മാർത്ത നേരെ അവിടെ കിടന്ന ഒരു പാലത്തിൽ പിടിച്ച് തൂങ്ങി ആടിക്കൊണ്ട് അവന്റെ തൊട്ടു താഴെ എത്തുകയും സ്പെൻസറിനെ കുരങ്ങൻ ആക്രമിക്കുമെന്ന് മനസ്സിലാക്കുന്ന എഡ്ഡി അപ്പൂപ്പൻ അവന്റെ അടുത്തേക്ക് ചാടി അതിനെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം അവനെ രക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ചുറ്റിനു നിന്നും കുരങ്ങന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ആ പാലത്തിലേക്ക് ചാടി കയറിയ ഉടൻ എഡ്ഡി അപ്പൂപ്പനും സ്പെൻസറും കൂടി അത് നന്നായി കുലുക്കുകയും ഇതോടെ അതിലേക്ക് ചാടുന്നവന്മാരെല്ലാം തെറിച്ചു പോവുകയും ചെയ്യുന്നു. അതിനോടൊപ്പം സ്പെൻസറും തെറിച്ചു പോയിരിക്കുകയാണ്. അവൻ താഴെ മാർത്ത നിന്ന പാലത്തിലാണ് വീഴുന്നത്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മാർത്തക്കിനി ഒരു ജീവനും കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും കുരങ്ങന്മാർ വരുന്നത് കണ്ട് അവർ മുന്നോട്ട് ഓടാൻ തുടങ്ങുകയും ഓടി ഓടി നേരെ ചെന്ന് മറ്റൊരു വഴിയുമില്ലാതെ അവർ രണ്ടുപേരും പൊട്ടിക്കിടന്ന ഒരു പാലത്തിൽ തൂങ്ങിയാടി സ്പെൻസറിനെ അപ്പുറത്തേക്ക് എടുത്ത് എറിഞ്ഞ ശേഷം അവൾ തിരിച്ചു ചെന്ന് ഒരു കുരങ്ങനെ ചവിട്ടിത്തെറിപ്പിച്ച് പിന്നെയും തൂങ്ങിയാടി അപ്പുറത്തേക്ക് എത്തുന്നു. ഈ സമയം കൊണ്ട് എഡ്ഡി അപ്പൂപ്പൻ പൊട്ടിക്കിടന്ന പാലത്തിലൂടെ മുകളിലേക്ക് കയറി മറ്റുള്ളവരോടൊപ്പം എത്തുകയും ശേഷം അവർ മൂന്നുപേരും കൂടി മുന്നോട്ട് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഓടിച്ചെന്ന് നേരെ അവർ അടുത്ത പാലത്തിൽ ചാടുന്നതിനിടെ ഫ്രിഡ്ജിന്റെ കാല് ഉളുക്കുകയും ഒരുവിധം വേച്ച് വെച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും മറ്റുള്ളവർ ആ പാലത്തിലേക്ക് ചാടുകയും ചെയ്യുന്നു. എന്നാൽ മൈലോ പാലം പൊളിഞ്ഞ് താഴേക്ക് പോകുമെങ്കിലും ഇത് കാണുന്ന എഡ്ഡി നോക്കുമ്പോൾ കുരങ്ങന്മാർ കൂട്ടമായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ അയാൾ അവന്റെ അപ്പുറത്തേക്ക് ഓടിച്ചെന്ന് തന്റെ കയ്യിലുള്ള കത്തി എടുക്കുകയും അവറ്റകൾ ഓടി അടുത്തെത്തുമ്പോൾ പാലം മുറിച്ച് അങ്ങ് ഇടുകയും ചെയ്യുന്നു. ചരിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന അവരുടെ അടുത്തേക്ക് കുരങ്ങന്മാർ വരുമ്പോഴേക്കും അവൻ മറ്റേ വള്ളി കൂടി അഴിച്ചുവിടുകയും അവർ തൂങ്ങിച്ചെന്ന് അപ്പുറത്ത് ഇടിക്കുകയും ചെയ്യും. മറ്റുള്ളവർ എന്താണ് സംഭവമെന്നറിയാൻ ചെന്ന് നോക്കുമ്പോഴേക്കും മൈലോ മുകളിലേക്ക് എത്തുകയും അവന്റെ പിന്നാലെ എഡ്ഡി അപ്പൂപ്പൻ വലിഞ്ഞ് കയറി വരികയും ചെയ്യും. എന്നാൽ അവിടെ വെച്ച് അവർ നോക്കുമ്പോൾ കുരങ്ങന്മാർ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് അവരുടെ നേർക്ക് ചാടാൻ തുടങ്ങുകയും എല്ലാവരും അവിടെ നിന്ന് ഓടുമ്പോൾ കുരങ്ങന്മാർ അവരെ മൊത്തത്തിൽ വളയുകയും ചെയ്യും. എങ്ങോട്ടും പോകാൻ കഴിയാതെ അവർ നിൽക്കുകയാണ്. പെട്ടെന്ന് കുതിരപ്പുറത്ത് ആരോ വന്ന് കുരങ്ങന്മാരെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവരെ ആക്രമിക്കുകയും ഇതോടെ എല്ലാ കുരങ്ങന്മാരും പേടിച്ച് അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ ആ വന്നിരിക്കുന്നത് അലക്സ് ആണ്. നിങ്ങൾക്ക് സഹായത്തിന് വരേണ്ടി വരുമെന്ന് ബെത്തനി പറഞ്ഞിരുന്നെന്ന് അവൻ പറയുമ്പോൾ എന്നിട്ട് അവൾ എവിടെ പോയി എന്ന് അവർ ചോദിക്കുന്നു. അവളാണ് ഇതെന്ന് പറഞ്ഞ് അവൻ കുതിരയെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കുതിരയാണോ ബെത്തനി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുതിര പറയുന്നത് മൈലോയ്ക്ക് മനസ്സിലാവുകയും അവൻ അവർക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതിനിടെ അലക്സ് അവർക്ക് ഇടാനായി ഡ്രസ്സ് കൊടുക്കുകയും അവരെല്ലാവരും അവൻ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവുകയും ചെയ്യും. ഈ സമയം മൈലോയുടെ അടുത്തേക്ക് എഡ്ഡി വരികയും അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും. നീ റെസ്റ്റോറന്റ് പോയതോർത്ത് ഇനിയും എന്നോട് ദേഷ്യം കാണിക്കാതെ, നീ എന്റെ നല്ല സുഹൃത്തായിരുന്നു, ആ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ മൈലോ പറയുമ്പോൾ കുറച്ച് ആലോചിച്ച ശേഷം എന്നോട് ക്ഷമിക്കടാന്ന് എഡ്ഡി അയാളോട് പറയും. നീ എന്താ ഇത്രയും നാൾ വരാതെ ഇപ്പൊ പെട്ടെന്ന് എന്നെ കാണാമെന്ന് എഡ്ഡി ചോദിക്കുമ്പോൾ എനിക്കൊരു വലിയ അസുഖമുണ്ട്, എന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അധികകാലം ഞാൻ ജീവിച്ചിരിക്കത്തില്ല, അതുകൊണ്ടാണ് നിന്നെ കണ്ട് മാപ്പ് പറയാൻ ഞാൻ വന്നതെന്നൊക്കെ മൈലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് എഡ്ഡി വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് സ്പെൻസർ അവിടേക്ക് വന്ന് പോകാൻ സമയമായെന്ന് പറയുകയും അങ്ങനെ അവരവിടേക്ക് ചെല്ലുകയും നമുക്ക് പോകേണ്ടത് ആ മലയുടെ മുകളിലേക്കാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ കബാബിക് സഹോദരന്മാർ വന്ന് ഏർഗന്റെ കയ്യിൽ നിന്ന് ആ രത്നം വാങ്ങുന്നതിന് മുമ്പ് നമ്മളത് മോഷ്ടിച്ചെടുക്കണം. അയ്യടാ, എന്തൊരു എളുപ്പത്തിലാ പറയുന്നത്, കഴിഞ്ഞ ലെവലിൽ തന്നെ എല്ലാവനും തീരേണ്ടതായിരുന്നു, ഇപ്പോഴുള്ള രീതിയിൽ അങ്ങോട്ട് കയറി ചെന്നാൽ അപ്പൊ തന്നെ എല്ലാവനും തീരും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എഡ്ഡി ചോദിക്കുമ്പോൾ താനാണ് നമ്മുടെ കൂട്ടത്തിലെ ലീഡർ, തനിക്കാണ് ശക്തിയൊക്കെ ഉള്ളത്, എന്നാൽ താൻ കാണിക്കുന്നത് മുഴുവൻ മണ്ടത്തരം, ആള് മാറി തല്ലുന്നു, കൂട്ടത്തിലുള്ളവന്മാരെ തന്നെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഈ ഗെയിം തീർക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കല്ലിലിരിക്കുമ്പോൾ അവൻ പിറകിലേക്ക് മറിഞ്ഞു വീഴുകയും എന്തെങ്കിലും പറ്റിയോന്ന് പറഞ്ഞ് അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെയായി അവർ ഒരു കാഴ്ച കാണുകയും ചെയ്യും. അവിടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാനുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മാർത്തയ്ക്കും ഫ്രിഡ്ജിനും അപ്പോൾ തന്നെ ഒരു ഐഡിയ തോന്നുകയും അങ്ങനെ അവരെല്ലാവരും ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. ശേഷം അതിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും തങ്ങളുടെ ക്യാരക്ടറൊക്കെ മാറി കരയിലേക്ക് കയറി വരികയാണ്. ബത്തനി പഴയ ക്യാരക്ടറായി തന്നെ സ്വിച്ച് ആയിരിക്കുന്നു. ഇപ്പോ കള്ളിയായ പെൺകുട്ടിയായത് എഡ്ഡി അപ്പൂപ്പനാണ്. സ്പെൻസർ ആണെങ്കിൽ പഴയതുപോലെ തന്നെ ബ്രേവ് സ്റ്റോൺ ആയിരിക്കുന്നു. മൈലോ ആണ് കുതിരയായി മാറിയിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ അവിടുത്തെ ഒരു ഗുഹയിലിരുന്ന് ചൂടുകാഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തങ്ങളുടെ ക്യാരക്ടർ തിരിച്ചു കിട്ടിയതിൽ വളരെയേറെ സന്തോഷവാന്മാരാണ്. ഈ സമയം മൈലോ എവിടെ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എഡ്ഡി പുറത്തേക്ക് ഇറങ്ങി
ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എയർഗന്റെ ആളുകൾ മൈലോയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുതിരയുടെ അടുത്തുനിന്ന് മാറടാന്ന് പറഞ്ഞുകൊണ്ട് എഡ്ഡി അവിടേക്ക് ചെല്ലുന്നു. പുറത്തെന്തോ സീൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അലക്സ് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ എഡ്ഡിയെയും മൈലോയെയും കുറച്ച് ആളുകൾ പിടികൂടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ അവൻ ഉള്ളിലേക്ക് ചെന്ന് കാര്യം പറയുകയും അങ്ങനെ അവർക്ക് പോകേണ്ട സ്ഥലം നോക്കുമ്പോൾ ആ മലയ്ക്ക് മുകളിലായി ഒരു കോട്ട ഉണ്ടെന്ന് കാണുകയും ചെയ്യും. അവിടേക്കായിരിക്കും അവർ അപ്പാപ്പനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. നമുക്ക് രണ്ട് വഴിയായിട്ട് തിരിയാം. ഒരു ടീം അപ്പാപ്പനെയും ഒരു ടീം മൈലോയെയും രക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവർ തീരുമാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ എങ്ങനെ അകത്ത് കയറുമെന്ന് മാർത്ത ചോദിക്കും. നിന്റെ ബാഗിൽ ക്ലൈംബിങ്ങിന് പറ്റിയ വല്ല സാധനവും ഉണ്ടോ എന്ന് സ്പെൻസർ ചോദിക്കുമ്പോൾ അവൻ അപ്പോൾ തന്നെ ബാഗിൽ നിന്ന് അത് എടുത്തു കൊടുക്കും. പിന്നീടുള്ള ഒരു പ്രശ്നം ലൈഫാണ്. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒറ്റ ലൈഫ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾ പേടിക്കാതിരിക്കുക, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൈ കൊടുത്ത് രണ്ട് വഴിയായിട്ട് പിരിയും. അങ്ങനെ മാർത്തയും സ്പെൻസറും ഐസ് വാളിലൂടെ പതിയെ ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാ ഇത്രയും കാലമായിട്ട് എന്നെ കാണാൻ വരാതിരുന്നത്? എന്തുകൊണ്ടാ എന്നിൽ നിന്ന് അകന്നു പോയതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഫോട്ടോയൊക്കെ എടുത്തു നോക്കുമായിരുന്നു. ഇൻസ്റ്റയിൽ ഇടുന്ന എല്ലാ ഫോട്ടോയിലും നീ വളരെ സന്തോഷവതിയായിരുന്നു. എപ്പോഴും സന്തോഷത്തോടെ നടക്കുന്ന നിനക്ക് ഒരിക്കലും ഞാൻ മാച്ച് ആവില്ല. ഞാൻ ഒരിക്കലും നിനക്ക് ചേരില്ലെന്നാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ അവൻ പറയും. നീ എന്തൊക്കെയാടാ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ കോളേജിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നു. പക്ഷേ എന്റെ മനസ്സിന് ഇണങ്ങിയത് നീയായിരുന്നു. എന്നെ നന്നായി മനസ്സിലാക്കുന്നത് നീയാണ്. നീ എങ്ങനത്തെ ആളായാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവൾ പറയും. ഈ സമയം കോട്ടയിലേക്ക് കുറച്ച് ആളുകൾ കയറി പോകുന്നത് കണ്ട് അവരുടെ കൂടെ നൈസായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുമെന്ന് അലക്സ് പറയുകയും അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവരും അവന്റെ കൂടെ പോവുകയാണ്. അലക്സ് നൈസായി ആ കൂട്ടത്തിന്റെ കൂടെ കയറുകയും അവരോടൊപ്പം ഒന്നും അറിയാത്തതുപോലെ നടന്നു പോവുകയും ചെയ്യും. അവൻ നോക്കുമ്പോൾ ബത്തനിയും ഫ്രിഡ്ജും തന്റെ പിറകെ ചെല്ലുകയാണ്. എന്നാൽ വാതിലിന്റെ അടുത്ത് എത്തുമ്പോൾ കാവൽക്കാർ നിൽക്കാൻ പറയുകയും നിങ്ങളാണോ കബാബിക് സഹോദരന്മാരെന്ന് ചോദിക്കുകയും ചെയ്യും. ഒരല്പം ഞെട്ടിക്കൊണ്ട് അതെ ഞങ്ങളാണ് കബാബിക് സഹോദരന്മാരെന്നും മറ്റേ സാധനം അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാനാണ് ഞങ്ങൾ വന്നതെന്നും പറയുന്നു. പണി കിട്ടുമോന്നറിയാതെ അവർ പേടിച്ചു നിൽക്കുകയാണ്. ഉടൻ കാവൽക്കാരൻ അവരോട് എയർഗന്റെ കോട്ടയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുന്നു. അങ്ങനെ അലക്സ് നേരെ അവിടെയുള്ള ഔട്ട് ഹൗസിലേക്ക് കയറി ചെല്ലുകയും നോക്കുമ്പോൾ മൈലോ അവിടെ ഉള്ളതായി കാണുകയും ചെയ്യും. ഒട്ടും പേടിക്കേണ്ട, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ സഹായിക്കാമെന്നൊക്കെ അവൻ പറയുമ്പോൾ മൈലോ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാവാതെ അവൻ ആദ്യത്തെ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു സാധനം വന്ന് കഴുത്തിൽ തറച്ച് അപ്പോൾ തന്നെ മരിച്ചു പോകും. പിന്നെയും അവൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണിരിക്കുകയാണ്. അങ്ങനെ അവൻ വീണ്ടും ചെന്ന് ആ തൊഴുത്തിലേക്ക് കയറിയ ശേഷം ചുറ്റും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പാമ്പുകളുടെ രൂപത്തിലുള്ള കുറെ സാധനങ്ങൾ ഇരിക്കുന്നതായി കാണുകയും അതിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. തറയിലേക്ക് അവൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കല്ലുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവൻ പതിയെ ആ പാറ്റേൺ അനുസരിച്ച് ഓരോ കല്ലിൽ ചവിട്ടി പോവുകയും ചെയ്യും. ചിലതിലൊക്കെ ചവിട്ടുമ്പോൾ റോങ് ആവുന്നുണ്ട്. എന്നാലും അവൻ ഒരുവിധം രക്ഷപ്പെട്ട് നൈസിന് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ പിന്നെയും അടുത്ത അമ്പ് വന്ന് തറയ്ക്കുകയും മരിച്ചു പോവുകയും ചെയ്യും. മൂന്നാമതും അവൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണിരിക്കുകയാണ്. നോക്കുമ്പോൾ ഇനി ഒരു ലൈഫ് കൂടിയേ ഉള്ളൂ. ഇതോടെ അവൻ രണ്ടും കൽപ്പിച്ച് ഉള്ളിലേക്ക് കയറി കറക്റ്റായി ചാടി മുന്നോട്ട് പോവുകയും എങ്ങനെങ്കിലും ഒരുവിധം മൈലയുടെ അടുത്തെത്തി കൂട്ടിലേക്ക് കയറിയ ശേഷം അവിടുത്തെ ഗേറ്റ് തുറക്കുമ്പോൾ ആ പാറ്റേൺ മുഴുവൻ ക്ലോസ് ആവുകയും ചെയ്യും. ശരി ഇനി പോകാമെന്ന് പറഞ്ഞ് തട്ടുമ്പോഴാണ് അവൻ മൈലയുടെ കഴിവുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുകയാണ്. ഈ സമയം ഐസ് മലയിലൂടെ പുറകുവശത്ത് നിന്ന് കോട്ടയുടെ ഉള്ളിലേക്ക് എത്തുന്ന മാർത്തയും സ്പെൻസറും എഡ്ഡിയെ കണ്ടുപിടിക്കുകയും സ്പെൻസർ ആ ജയിലിന്റെ ഗേറ്റ് മുഴുവൻ വലിച്ചിളക്കി എടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലെന്നും നമുക്ക് എങ്ങനെയെങ്കിലും ആ രത്നം എടുത്ത് ഈ ഗെയിം ഫിനിഷ് ചെയ്യണമെന്നും അവർ പറയും. ഈ സമയം ബത്തനിയും ഫ്രിഡ്ജും ഒരു ലിഫ്റ്റിലേക്ക് കയറി എയർഗന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിനിടെ അവിടെ നിൽക്കുന്നവൻ സഹോദരന്മാരിൽ നിങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവരുടെ കിളിപോയി നിൽക്കുകയാണ്. നിങ്ങൾ ആരാണ്? അഗസ്റ്റിനും സൊമാറ്റോലിയും എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ഓഹോ ഞാനാണ് അഗസ്റ്റിൻ, ഞാനാണ് ടൊമാറ്റോ എന്ന് ഫ്രിഡ്ജ് പറയുന്നു. ഓ നിങ്ങളുടെ വീരകഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങൾ വലിയൊരു മഹാനാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അവരെ നേരെ എയർഗന്റെ സ്ഥലത്തേക്ക് എത്തിക്കുകയും എയർഗൺ അവിടേക്ക് വരുമ്പോൾ അയാളുടെ കഴുത്തിൽ ആ രത്നം കിടക്കുന്നതായി അവർ കാണുകയും ചെയ്യും. അങ്ങനെ അയാൾ കബാബിക് സഹോദരന്മാരാണെന്ന് കരുതി അവരോട് സംസാരിക്കുകയാണ്. ഈ രത്നം ഞങ്ങൾക്ക് തരാനല്ലേ നിങ്ങൾ ഞങ്ങളെ ഇവിടം വരെ വിളിച്ചു വരുത്തിയത്? അത് പെട്ടെന്ന് അങ്ങ് തന്നാൽ നമുക്കങ്ങ് പോകാമായിരുന്നെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ ഇന്നു മുതൽ നമ്മൾ ഒന്നാവാൻ പോവുകയാണ്. അങ്ങനെ ഈ ലോകം മുഴുവൻ നമുക്ക് സ്വന്തമാക്കണം. എവിടെ നിങ്ങളുടെ സഹോദരി എന്ന് അയാൾ ചോദിക്കുമ്പോൾ സഹോദരിയോ നമുക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നു. എനിക്ക് കല്യാണം കഴിച്ചു തരാൻ കൊണ്ടുവന്ന നിങ്ങളുടെ സഹോദരി എന്തിയെന്നൊക്കെ എയർഗൺ ചോദിക്കുമ്പോൾ അവർ ആകെ പരിങ്ങി പോവുകയും അവന്മാരുടെ പരുക്കം കണ്ട് എയർഗൺ സംശയത്തോടെ നിങ്ങളുടെ സഹോദരി എവിടെയെന്ന് ദേഷ്യത്തിൽ ചോദിക്കും. സഹോദരി ഇപ്പൊ വരും, അവൾ ഒരുങ്ങുകയാണെന്നൊക്കെ അവർ പെട്ടെന്നങ്ങ് പറയുമ്പോൾ അവന് ആകെ സംശയമാവുകയും നേരെ ചെന്ന് ഒരു വാളെടുത്ത ശേഷം അവന്മാരെ അവിടെ പിടിച്ചു വെക്കുകയും എന്നെ പറ്റിക്കുകയാണെങ്കിൽ നിന്റെയൊക്കെ തല ഞാൻ ഇപ്പൊ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മാർത്ത പെട്ടെന്ന് അവിടേക്ക് ഇറങ്ങി വരികയും ചെയ്യും. നിങ്ങളാണോ ലെവൽഡ കബാബിക് എന്ന് അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ അതെ അത് ഞാനാണ് എന്ന് അവൾ പറയും. അങ്ങനെ അവരെ രണ്ടുപേരെയും വെറുതെ വിടുകയും മാർത്തയെ കാണുന്ന എയർഗന് അവളെ ഇഷ്ടമാവുകയും നീ ഇനി മുതൽ എന്റെ സ്വന്തമാണെന്നൊക്കെ അയാൾ പറയുകയും ചെയ്യും. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കയ്യിലേക്ക് ഒരു കത്ത് കിട്ടുകയും അത് വായിച്ചു നോക്കിയ ശേഷം കബാബിക് സഹോദരന്മാർ ഇതുവരെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ലെന്ന് അയാൾ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇതോടെ സീനാകെ വഷളാവുകയും അവരെല്ലാം ആളുകൾ പിടിച്ചു കെട്ടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സ്പെൻസർ അവിടേക്ക് വന്ന് ഓരോരുത്തന്മാരെ തൂത്തുപറക്കി എറിയാൻ തുടങ്ങുകയും
അവിടെ മുഴുവൻ വലിയ ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവൻ നേരെ ചെന്ന് ഏർഗനെ ഇടിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ഒന്നും അവന് ആ ഇടികളൊന്നും ഏൽക്കുന്നില്ല. ഉടൻ അവൻ തൂക്കിയെടുത്ത് സ്പെൻസറിനെ വലിച്ചെറിയുകയും ആകെ പ്രശ്നമാവുകയും ഒക്കെ ചെയ്യും. വീണ ശേഷം എഴുന്നേക്കുമ്പോൾ അവന്റെ പോക്കറ്റിലിരുന്ന ജുമാൻജി ഫ്രൂട്ട് പൊട്ടിയതായി കാണുകയും ചെയ്യുന്നു. ആ ഫ്രൂട്ട് കാണുന്ന ഏർഗൻ ഒന്ന് പേടിക്കുകയും നൈസിന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഈ ഫ്രൂട്ടിൽ എന്തോ സീനുണ്ടെന്ന് അവന് മനസ്സിലാവുകയും അവൻ ഏർഗന്റെ പിറകെ ചെല്ലുകയും ചെയ്യും. ഏർഗൻ നേരെ വെളിയിലേക്ക് ചെന്ന് അവിടെയുള്ള തന്റെ വലിയ പേടകത്തിലേക്ക് കയറുകയും ഇത് കാണുന്ന സ്പെൻസർ ഒന്നും നോക്കാതെ അവനെ പിടിക്കാനായി ഓടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുകയാണ്. സ്പെൻസർ അതിന്റെ പിറകെ ഓടിച്ചെന്ന് അതിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ പിടിച്ച് പേടകം വലിച്ചു നിർത്തുന്നു. ഈ സമയം ഉള്ളിൽ ആകെ സീനായി എന്ത് ചെയ്യണമെന്നറിയാതെയൊക്കെ അവർ നിൽക്കുകയാണ്. ഇതിനിടെ തന്റെ ബാഗിനുള്ളിൽ ഒരു ടേപ്പ് ഇരിക്കുന്നതായി ഫ്രിഡ്ജ് കാണുകയും അതെടുത്ത് വെച്ച് അവൻ മ്യൂസിക് ഓണാക്കുകയും ചെയ്യുന്നു. ഉടൻ മാർത്തയുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഡാൻസ് ഫൈറ്റ് തുടങ്ങുകയും അവൾ അപ്പോൾ തന്നെ അവിടെ ഉള്ളവന്മാരെ എല്ലാം പാട്ടിനനുസരിച്ച് അടിച്ച് പഞ്ചറാക്കാൻ തുടങ്ങുകയും ചെയ്യും. അതിനകത്ത് എല്ലാവരും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു മാരക ഫൈറ്റ് നടത്തുകയും ശേഷം അവർ ഓടി പുറത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. പേടകത്തിലെ വള്ളിയിലൂടെ തൂങ്ങി തൂങ്ങി സ്പെൻസർ അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അതിൽ എത്തുമ്പോഴേക്കും വള്ളി കെട്ടിയിരുന്ന കുറ്റി ഇളവുകയും അത് നേരെ ഇടിച്ച് അതിന്റെ എഞ്ചിൻ തകരുകയും ചെയ്യുന്നു. സ്പെൻസർ ഉൾപ്പെടെ അത് തോന്നിയ വഴിയിലേക്ക് പോവുകയാണ്. അവൻ അതിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്. അങ്ങനെ പേടകത്തിന്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം ഏർഗനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ പുറകിലൂടെ വന്ന് സ്പെൻസറിനെ ചവിട്ടിത്തള്ളി ഇടുകയും ഒരു വാളെടുത്ത് അവനെ കൊല്ലാനായി അടുത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഒരു ബിൽഡിങ്ങിനടുത്ത് എത്തുന്ന പേടകം അതിലേക്ക് നേരെ ചെന്ന് ഇടിക്കുകയും ഒരു സൈഡ് മുഴുവൻ തകർന്ന് തരിപ്പണമായി ലക്കും ലഗാനുമില്ലാതെ പോവുകയും ചെയ്യുന്നു. ഏതവനാടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്പെൻസറിനെ നേർക്ക് തിരിയുമ്പോൾ കയ്യിലിരുന്ന ജുമാൻജി ഫ്രൂട്ട് എടുത്ത് സ്പെൻസർ അയാളുടെ നെഞ്ചിലിടിച്ച് പൊട്ടിക്കുകയും നോക്കുമ്പോൾ ലിസ്റ്റ് ഓൺ ആയിക്കൊണ്ട് അയാളുടെ വീക്ക്നെസ്സിൽ ജുമാൻജി ഫ്രൂട്ട് ഉള്ളതായി അവന് മനസ്സിലാവുന്നു. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവനെ ഇടിച്ച് പഞ്ചറാക്കാൻ തുടങ്ങുകയും ഇടികൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ പേടകം നേരെ ചെന്ന് അവിടുത്തെ മലയിലെല്ലാം ഇടിച്ച് തകരാൻ പോവുകയും ചെയ്യും. പെട്ടെന്ന് മൈലോ എന്തോ പറയുകയും എഡ്ഡിയോട് പുറത്തു കയറാനാണ് മൈലോ പറയുന്നതെന്ന് ഫ്രിഡ്ജ് പറയുമ്പോൾ പേടകം നേരെ ചെന്ന് അവിടുത്തെ മലയിലേക്ക് ഇടിച്ച് തകരാൻ പോകുമ്പോഴേക്കും സ്പെൻസർ ഓടിച്ചെന്ന് അവനെയും ഇടിച്ച് താഴേക്ക് ചാടുന്നു. അവർ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നതിനിടെ കഴുത്തിലുണ്ടായിരുന്ന രത്നം അടിച്ചു മാറ്റി പേടകത്തിന്റെ കയറിൽ സ്പെൻസർ തൂങ്ങിക്കിടക്കുകയും അയാൾ നേരെ താഴേക്ക് പോവുകയും ചെയ്യും. ഒന്നും ചെയ്യാൻ കഴിയാതെ സ്പെൻസർ നിൽക്കുകയാണ്. പുറത്തു കയറിയ എഡ്ഡിയെയും കൊണ്ട് മൈലോ നേരെ അവിടുത്തെ കുഴി ലക്ഷ്യമാക്കി ഓടുകയും എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോൾ നേരെ താഴേക്ക് ചാടുന്ന മൈലോയ്ക്ക് പെട്ടെന്ന് ചിറക് വന്ന് അവർ മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പാപ്പ ഈ രത്നം കൊണ്ടുപോയി പെട്ടെന്ന് സൂര്യപ്രകാശം തട്ടിക്കാൻ അപ്പോൾ തന്നെ സ്പെൻസർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ രത്നം അപ്പൂപ്പന് ഇട്ടുകൊടുക്കുകയും അങ്ങനെ എഡ്ഡിയും മൈലോയും അതുമായി നേരെ ആകാശത്തേക്ക് പറക്കുകയും ചെയ്യും. ഒരുപാട് ഉയരത്തിൽ പറന്ന് മേഘത്തിന്റെ മുകളിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ സൂര്യപ്രകാശത്തിന് നേർക്ക് ആ രത്നം കാണിക്കുകയും എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുന്നതോടെ അവരെല്ലാവരും ഉറക്കെ ജുമാൻജിന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. എല്ലാവരും പറയുന്നതോടെ മൊത്തത്തിൽ പച്ചയായി എന്തൊക്കെയോ സംഭവിക്കുകയും നോക്കുമ്പോൾ അവരെല്ലാം നല്ല ക്ലിയർ ആയ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ഗെയിം ഫിനിഷ് ആയെന്ന് മനസ്സിലാക്കുന്ന അവർ വളരെയേറെ സന്തോഷിക്കുന്നു. ഇത് ജയിക്കാൻ സാധിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിവാണെന്ന് സ്പെൻസർ അപ്പാപ്പനോടും മൈലോയോടും പറയും. ഉടൻ അവിടേക്ക് ഗെയിമിലെ NPC ക്യാരക്ടർ ആയിട്ടുള്ള ആദ്യത്തെ ആൾ വരികയും നിങ്ങൾ വീണ്ടും ജുമാൻജിയെ രക്ഷിച്ചുവെന്നും ആ രത്നമിനി ഞാൻ മൂപ്പന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തുകൊള്ളാമെന്നും അയാൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇനി തിരിച്ചു പോവുകയാണല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ മൈലോ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. അവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ട് ഫ്രിഡ്ജ് ആശ്ചര്യപ്പെടുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവന് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ താല്പര്യമില്ല, ഇവിടെ നിന്നാൽ മതിയെന്നാണ്. തിരിച്ചു പോയിട്ടും ഇനി അദ്ദേഹത്തിന് കാര്യമില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ അവൻ പറയുമ്പോൾ എഡ്ഡിക്ക് കാര്യം മനസ്സിലാവുകയും നീ വരാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു നീ എന്നൊക്കെ അദ്ദേഹം മൈലോയോട് പറയും. ശേഷം അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പിരിയുകയും മൈലോ ജുമാൻജിയിൽ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ദൂരേക്ക് ഓടി മറയുകയും ചെയ്യും. അവൻ പോകുന്നത് നോക്കി അവരങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ ഓരോരുത്തരും ആ NPC ക്യാരക്ടറിന് കൈ കൊടുക്കുകയും അങ്ങനെ പഴയതുപോലെ തന്നെ അവർ ആ റൂമിലേക്ക് എത്തുകയും ചെയ്യും. തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിൽ അവരെല്ലാവരും നിൽക്കുകയാണ്. എഡ്ഡി അപ്പൂപ്പനാണെങ്കിൽ ഇത്രയും നേരം സംഭവിച്ചതൊക്കെ ഓർത്ത് ആകെ കിളി പോയി നിൽക്കുന്നു. മാർത്തയും സ്പെൻസറും അവിടെ വെച്ച് ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ജുമാൻജിയിൽ നടന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരു ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എഡ്ഡിയും മൈലോയും പണ്ട് നടത്തിയിരുന്ന റെസ്റ്റോറന്റിൽ ഇരുന്നാണ് അവർ ഡിന്നർ കഴിക്കുന്നത്. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. അല്പം കഴിഞ്ഞ് ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട്. സ്പെൻസറിന്റെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഹീറ്റർ ശരിയാക്കാനായി ഒരാൾ വന്നിരിക്കുകയാണ്. ഇതിനിടെ അവിടെ ഇരിക്കുന്ന ഒരു ഗെയിം കൺസോൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ നന്നായി ഗെയിം കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളും സ്പെൻസറിന്റെ അമ്മയും കൂടി അതിന്റെ അടുത്തേക്ക് ചെന്ന് ഒന്ന് തൊട്ടു നോക്കുകയും ചെയ്യുന്നു. പിന്നീട് സ്പെൻസറൊക്കെ ഇരുന്ന ആ റെസ്റ്റോറന്റിന്റെ മുന്നിൽ കൂടി കുറച്ച് ഒട്ടക പക്ഷികൾ ഓടിപ്പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവരെല്ലാവരും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകും. 2019 $125 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $801 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.